ഇത് കുക്കു പാടാനുള്ള ആർട്ടിസ്റ്റ് അല്ലേ? അങ്ങനെ ഓർമ്മ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൾഡ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് റിയാക്ഷൻ ആണ്. ആരുടെ? സോ ഗൈസ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കാണാൻ വേണ്ടി, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി ഇതുവരെ ഞാൻ ഒരു ഫോട്ടോസും വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഇവളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്ത് നോക്കാം. 10th +1 +2 പഠിക്കുന്ന ടൈം ആ കോളേജിലുണ്ടായിരുന്നു കേട്ടോ. കോളേജിലൊക്കെ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയ ടൈം വരെ എനിക്കൊരു റീൽസ് ഭ്രാന്ത് ഉണ്ടായിരുന്നു. പിന്നെ കൊറേയൊക്കെ ഞാൻ ഡിലീറ്റ് ആയി. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എടുത്ത കുറെ കാര്യങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല, അയ്യേ ഇതൊക്കെ എന്ത് പഠിപ്പാന്ന് തോന്നത്തില്ലേ. അതുകൊണ്ട് ഞാൻ കൊറേയൊക്കെ ഡിലീറ്റ് ആക്കിയായിരുന്നു. പക്ഷെ കൊറേയൊക്കെ ആർച്ചീവ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മാന്തി നുള്ളി കൊറേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിക്കും കൊറേ ഉണ്ടായിരുന്നു വീഡിയോസ് റീൽസ് കൊറേ ഉണ്ടായിരുന്നു. പക്ഷെ കൊറേയൊക്കെ പോയി. ഇനി ആകെ 5-6 ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അസുറിനൊക്കെ വിളിച്ചു കൊടുക്കാൻ എന്റെ ഓരോ കലാവിരുന്നുകൾ ഉള്ളതൊക്കെ തപ്പിപ്പറക്കി നമ്മളിപ്പോ എടുത്ത് നോക്കുവാണ്, നിങ്ങളെയും കൂടെ കാണിക്കുവാണ്. എന്റേത് ഒരുപാടുണ്ട് എന്റെ പൊന്ന്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയോണ്ട് പഴയതൊക്കെ എടുത്ത് ഞാൻ റിമൂവ് ചെയ്ത് ആർക്കീവല്ല, ഞാൻ എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എല്ലാം ഫേസ്ബുക്കിൽ ഭദ്രമായിട്ട് കിടപ്പുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ഇപ്പൊ കയറില്ലാത്തോണ്ട്. സോ നമുക്ക് ഇവളുടെ ഓരോന്നോരോന്നായിട്ട് നോക്കാം, എന്നിട്ട് റിയാക്ട് ചെയ്യാം. ഞാനാ നോക്കുന്ന ഫസ്റ്റത്തെ ഒരു റീലാണ്, നമുക്ക് നോക്കാം. കവർ ഫോട്ടോ കണ്ടപ്പോഴേ ശരി വരും. ലെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ലെൻസ്. ഇങ്ങനാ വരുന്നത്. കഴിച്ചവരുടെ മിക്ക വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം സ്നാപ്പ് അയച്ചു തരുമ്പോ എല്ലാം ഇങ്ങനെ എപ്പോഴും നമുക്ക് അതിവൻ ആസ്വദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ആസ്വദിക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ല, വല്ലാട്ടൊന്നും പറയാനൊന്നും ഇല്ല. സ്കിൽസൊക്കെ ഇട്ട് ഒരു പഴയ രീതിയിൽ ഞാൻ ഇതിലും വലിയ വെളുപ്പായിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഗൈസ്, കൊറേയൊക്കെ ഞാൻ കോവിഡ് ടൈമിൽ എടുത്തു വെച്ച കൊറേ റീൽസ് ആണ്. പിന്നെ എന്റെ സ്ഥിരം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഇത്താത്താടെ പിള്ളേരായിരുന്നു. അവര് വരുമ്പോ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ടെന്നറിയോ. ഞാൻ ഒറ്റയ്ക്ക് ശരിയാ, അതാ സത്യം. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോ എനിക്കൊരു ചമ്മല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കമന്റ്സില്. അപ്പൊ എനിക്ക് ഭയങ്കര ചമ്മല. അപ്പൊ ഞാൻ എന്തറിയോ, അത് മറക്കാൻ വേണ്ടിട്ട് എന്റെ ഇത്താത്താടെ പിള്ളേരെ കേട്ടിട്ട് പറയും, അവര് പറഞ്ഞെടുപ്പിച്ചതൊക്കെ പറയുന്നത്. ഇവള് അപ്പൊ കോഴ്സിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ ക്രിയേഷൻ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെ അതെ, എല്ലാരെയും ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോക്കിംഗ് അങ്ങനത്തെ പരിപാടി. ഞാനിപ്പോ ഗൈസ് ഇതിപ്പം ഓരോന്നോരോ നമ്മൾ ഇതിപ്പോ തപ്പാൻ നേരത്ത് ഇവളുടെ പഴയ സ്റ്റോറീസ് ഒക്കെ കണ്ട് അത് കണ്ടപ്പോഴും മനസ്സിലായി ഇവളൊരു റീൽസ് ഓളി ഇൻസ്റ്റാഗ്രാം ഓളി ആയിരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോവാം. റോബോട്ടാണ്, റോബോട്ടിന്റെ സൗണ്ട്. പാട്ട് ഒരു വഴിക്ക്, ലിപ്സിംഗ് ഒരു വഴിക്ക്. വാപ്പയുടെ കയ്യിലിയാ ഞങ്ങളിവിടെ ഒക്കെ വാപ്പമാരെ കയ്യില് ഇതാ കേട്ടോ. കയ്യില് മീൻസ് ലുങ്കി. ഒരു ക്യാമിയോ വരും സെയിം തന്നെ കേട്ടാ. എന്റെ വീഡിയോകളുടെ പ്രത്യേകത ഞാൻ പകുതി എടുക്കത്തുള്ളൂ. ക്യാമിയോ ഏമ്പക്കം വിട്ടാ എഫക്റ്റാ. നോക്കട്ടെ. അല്ല, ക്യാമിയോ വരെ ഇതിനകത്ത്. വീഡിയോ നമ്പർ 3. ഇതില് സാധാരണ എല്ലാ റീലും പകുതി മുഖം, ഇതിനകത്ത് പകുതിയും ഇല്ല, കണ്ണും ഇല്ല, ചുണ്ടും മാത്രം. പക്ഷെ പോസിങ്ങിനൊരു എന്താ വ്യത്യാസമില്ല. സെയിം തന്നെ. വായിക്കറി പോയാ റൂമിനകത്തുണ്ട്. ഇനി അടുത്ത ലിറിക്സേ മാറത്തുള്ളു. നിങ്ങളിതെല്ലാം മ്യൂട്ടിലിട്ട് കേട്ട ഒരേ ആക്ഷൻ. ഫിൽട്ടർ ഒഴിച്ചാൽ ബാക്കി നമുക്ക് കളിയാക്കാനായിട്ടൊന്നും ഇല്ല. കേസ് കൊള്ളാം. അത് കാൻഡിഡ് ആയിട്ട് ഇങ്ങനെ മറ്റേ ഹീറോയില് അവൻ നിക്കൂലേ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അതുപോലെ ഒന്നുകൂടെ കാണാം. ഉരുകിപ്പോയ എഫക്റ്റ് ഒരു പരിധിയില്ലേ, ഫ്ലാഷ് കത്തിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോ റോഡിലോട്ട് പോകുമ്പോ റോഡ് ഇങ്ങനെ തിളയ്ക്കുമല്ലോ, അതുപോലെ തിളയ്ക്കുന്നു.
ഫിൽട്ടർ ഒക്കെ ഇടണോ ചിലപ്പോ. നല്ല മെലിഞ്ഞ സുന്ദരിയായിരുന്നു കേട്ടോ. ഇപ്പഴും സുന്ദരിയാ. ഡബ് സ്മാഷ് ഡബ് സ്മാഷ്. എനിക്കൊരു ഡൗട്ട്, നിങ്ങൾ എല്ലാരും ഡബ് സ്മാഷ് ചെയ്യുമ്പോൾ സ്പീഡ് ആക്കുന്ന അല്ലെങ്കിൽ സിങ്ക് വരത്തില്ല പറയുന്ന അല്ലെങ്കിൽ കാരണം ഞാൻ ഗൈസ് ഇതുവരെ ഈ ഡബ് സ്മാഷ് അങ്ങനെ ഇങ്ങനെ ടിക്ടോക്കിലൊന്നും ഞാൻ ഇല്ല, ഞാൻ യൂട്യൂബിലാണ് ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പം എനിക്ക് അപ്പത്തോടുള്ള ഡൗട്ട് എല്ലാരും ഡബ് സ്മാഷ് അതാവുമ്പോ നമ്മള് ചുമ്മാ ഇങ്ങനെ വാനക്കി കൊടുത്താ മതി, മനസ്സിലായ? സ്പീഡ് ഇട്ട് അല്ല സ്പീഡ് ഇടുമ്പോ എന്താ പ്രത്യേക, അതായത് ഇത് സ്പീഡിൽ വരുന്നെങ്കിൽ ഉണ്ടല്ല നമ്മുടെ എടുക്കുന്ന വീഡിയോ അത്രയും സ്ലോ ആയിരിക്കും. അപ്പൊ പതുക്കെ അങ്ങനെ പതുക്കെ പറഞ്ഞാൽ മതി, സ്പീഡ് ഇടുമ്പോ കറക്റ്റ് ആവും. എത്ര വയസ്സപ്പോഴും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ? അല്ല ഇതൊക്കെ കോളേജിൽ വന്നതിന് ശേഷം. എന്താ ഇതിലൊരു കുഞ്ഞു കുട്ടി പോലെ ഒരു 6ാം ക്ലാസ്. അത് 2 ഫിൽറ്റർ ഒരുമിച്ചിട്ടാ കൂട് വെച്ചിട്ടുണ്ടോ? എടാ നമ്മള് സ്ലോയിൽ എടുക്കുമ്പോഴേ നമ്മ ചെറിയ ചുണ്ടനക്കുന്നത് വരെ അതില് വരും. പാൻ തുറക്കാൻ പ്രോപ്പർട്ടി ചിലപ്പോ അത് അഭിനയത്തിന്റെ ഭാഗമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആണോ വേറെ റീലായിട്ട് നിന്നെ അവിടെ തിരിച്ചറിയാൻ തുടങ്ങി നിന്റെ നാട്ടിൽ? പിന്നെ അതുകൊണ്ടാ റീൽസ് ഇടല് നിർത്തേണ്ടി വന്നത്. അത്രയും ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞോണ്ട് റീൽസ് നിർത്തേണ്ടി വന്നു. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുക്കുക. ഇത് കൊള്ളാടെ, ഇത് നോർമൽ. ഇതിനകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. നല്ല രീതിയിൽ റീൽ എടുത്ത് ഇവര് മറ്റേ CD മൂസയില് പട്ടിയും ദിലീപും നീ എന്നെ വായി നോക്കി വിളിച്ചോ, ഞാനും കാണോ ചെലവിൽ കൂടെ നോക്കൂ. ഇത്രയും തിരക്കൂട്ടുണ്ട്, ഒരു ക്യാമറ കുറച്ച് ബാക്കിലോട്ട് പിടിച്ചാ പോരെ. എല്ലാരും ഇടിച്ചു കയറുവേ, പക്ഷെ ഇത്ര കാണുകയും ചെയ്യാവൂ. അങ്ങനെയല്ല, ഇതെന്താ സംഭവം ഇങ്ങനെ അങ്ങനെയല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പട്ടിക്കുളത്തിലിരിക്കും, പെട്ടെന്നായിരിക്കും ഒരു റീൽ എടുക്കാം. ബാക്കിയൊന്നും കൊള്ളത്തില്ലായിരിക്കും ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ. അപ്പൊ ഒരു നല്ല ഷോളും എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അടുത്ത് വെച്ചെടുക്കും. ഭയങ്കര തിരക്കേട്ടോ. ഇത് കുക്കു പാടാനുള്ള ആർട്ടിസ്റ്റ് അല്ലേ? കുക്കു മാത്രം പറയാനുള്ള ആർട്ടിസ്റ്റ് അല്ലേ? ഇടക്കിടക്ക് ഒന്ന് കുക്കു പാടും, ബാക്കി ഫുൾ ഈ ആർട്ടിസ്റ്റാ. ഇതിനൊരു കമന്റ് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തുവാ? പാവാ കൊച്ചു തുടങ്ങിയ പോലെ കുക്കു. ഞാൻ ഇത് പറഞ്ഞപ്പോ അതായിരിക്കും ഓർമ്മ വന്നതല്ലേ? ആദ്യം മുതൽ അവസാനം കുക്കു കുക്കു. അവനൊന്ന് കൊച്ചല്ലേ മമ്മു, അവനെന്നിട്ട് തുടങ്ങിയ മുതല് കുക്കു കുക്കു കുക്കു. അവന്റെ ജോലി അവൻ കൃത്യമായിട്ട് ചെയ്ത കേട്ടോ. വീഡിയോസ് ഒക്കെ തീർന്നു ഗൈസ്. ഇനി നമുക്ക് ഫോട്ടോ റിയാക്ട് ചെയ്യാം. വീഡിയോസ് ഒക്കെ കുറച്ച് ഇന്നലെ തപ്പി പിടിച്ചിട്ട് ഇത്രേ കിട്ടിയോളൂ. കൊറേയൊക്കെ ഡിലീറ്റ് ആയി പോയി. ഇവളുടെ മാനം കാക്കാൻ വേണ്ടി ഇവള് തന്നെ ഡിലീറ്റ് ആക്കി ഗൈസ്. അതെ അതെ. ഇനി എന്റെ കുറച്ച് +2 എസ്തെറ്റിക്സ് കാണും. ഗൈസ് ഞാനൊരു നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ഫോട്ടോ വേണേ. ഇവള് പണ്ടോട്ടെ ഡ്രാമയിലും നാടകത്തിലൊക്കെ അഭിനയിച്ച ഒരു സകലകലകലകല ഒരു അഭിനേത്രി ആയിരുന്നു ഗൈസ്. എന്തായാലും ആ വീഡിയോ ആ ഫോട്ടോ നമ്മൾ കാണിക്കും. ഇത് ജിലേബി എന്ന് പറഞ്ഞിട്ടൊരു നാടക സ്കൂളിൽ ആനുവൽ ഡേ. കൈയിരിക്കുന്ന ഇതിന് അയ്യോ ഇത് സീനായിരുന്നു. ഞാൻ 10th വരെ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞാലില്ലേ, എനിക്ക് എന്റെ ഒരു ഇതില് എന്റെ ഒരു ഏറ്റവും നല്ലൊരു ടൈം അതായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ സ്കൂളില് എല്ലാം സപ്പോർട്ട് ചെയ്യും. ആർട്സ്, സ്പോർട്സ്, അക്കാഡമിക്സ്. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്കൂളും സപ്പോർട്ട് ചെയ്യുന്ന. ഡ്രാമയ്ക്കൊക്കെ ഞങ്ങളില്ലേ, അല്ല ഇപ്പൊ വേറെ സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ കൂടി എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളായിരുന്നു ഞാൻ 10th വരെ പഠിച്ചത്. കാരണം അത്രയ്ക്ക് അടിപൊളി ഫാക്കൽറ്റീസും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രാമക്കൊക്കെ ആണെങ്കിൽ ഞങ്ങള് കലോത്സവത്തിന്റെ ഒക്കെ ടൈമിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് ഇറങ്ങും, എന്നിട്ട് ഓടി വരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ഡ്രാമ ടീം തന്നെ ഉണ്ട്. എന്നിട്ട് ഞങ്ങള് 10 മണിക്ക് ഫസ്റ്റ് ബ്രേക്ക് കഴിയുമ്പോ തന്നെ ഞങ്ങൾ ഇറങ്ങും ഓഡിറ്റോറിയത്തിൽ പ്രാക്ടീസിന്. എന്നിട്ട് ചുമ്മാ അവിടെ പോയി വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചിരിക്കും. സാറ് വരുമ്പോ ഉച്ചയാവും. എന്നിട്ട് സാറ് അവിടുന്ന് ഗേറ്റിന്റെ അവിടുന്ന് വരുന്ന കാണുമ്പോ ഞങ്ങള് പ്രാക്ടീസ് തുടങ്ങും. എവിടെ വെച്ചത് പകുതിക്ക് വെച്ച് തുടങ്ങും. എന്ന് വെച്ചാൽ തുടക്കത്തിൽ നിന്ന് തുടങ്ങി കഴിയുമ്പോ സാർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇച്ചിരി അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പകുതിന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് സാർ എന്നിട്ട് ചോദിക്കും എത്ര തവണ ചെയ്ത്.
അപ്പൊ ഞങ്ങള് ഭയങ്കര നാച്ചുറൽ ആയിട്ട് സാർ 2 തവണ ചെയ്തു 3 തവണ ചെയ്തു എന്നൊക്കെ പറയായിരുന്നു. സാറ് കാണുന്നുണ്ടോ? അല്ല, എനിക്ക് സ്കൂളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം കൂടിയെന്ന് വെച്ചാൽ ഞാൻ ഡ്രാമ ടീമിൽ വന്നപ്പോ ഉള്ള, അതായത് ഞാൻ 7th ഒക്കെ പഠിക്കുമ്പോ ഞാൻ കുഞ്ഞു റോളൊക്കെ ആയിരുന്നു. പിന്നെ മെയിൻ റോളിലേക്ക് വരുന്നത് 8th 9th 10th ഒക്കെ ആയപ്പോഴാണ്. അപ്പൊ എനിക്കത് ഭയങ്കര നിന്റെ ക്ലാസ്സിലുള്ളവരാണോ ബാക്കി നിൽക്കുന്നത്? അല്ലല്ല, കുറെ പേരൊക്കെ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം കൊച്ചു പിള്ളേരെ പോലെ. ഞാൻ കാണിച്ചേട്ടാ, സരളാന്നായിരുന്നു എന്റെ അതിന്റെ അകത്ത് പേര്. സരളയുടെ മോളെ പൊന്നിന്റെ കരളെ. എന്നിട്ട് ഞാനിങ്ങനെ കേറി വരുമ്പോ സരള അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇങ്ങനെ സരള സ്റ്റാർ. നെക്സ്റ്റ് ഫോട്ടോ. ഇത് ഹണിമൂണ് ഞാൻ പറഞ്ഞില്ലേ ഹണിമൂണ് വന്നിട്ടുണ്ടെന്ന് കൂടെ. അന്ന് പോയ പിന്നെ നീ അന്നാണ് ഇതിന്റെ ഒരു രണ്ടിന്റെയും ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇപ്പൊ കാണിച്ചു. 2 സ്ഥലത്ത് നിന്ന് ഫോട്ടോ കൊള്ളാം. അതെ, കോവിഡ് ടൈമില് ഫുൾ A+ കിട്ടിയപ്പോ സമ്മാനം തരാൻ വീട്ടിൽ. എടാ കോവിഡ് നിൽക്കുമല്ലേ. കോവിഡ് സമയത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാസ്ക് കേട്ടോ ഇദ്ദേഹം ഇട്ടേക്കുന്നു. ഉറക്കത്തിൽ വന്നല്ലോ. ജയ്. ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ. എനിക്ക് വേണ്ടി എന്റെ ബർത്ത്ഡേക്ക് ഞാൻ കാശ് മുടക്കി ഉണ്ടാക്കിച്ച കേക്ക്. ഇത് കണ്ടപ്പോ എനിക്ക് രംഗണ്ണന് ഓർമ്മ വന്നോ? ശരിയാ, അതുപോലുണ്ട്. എന്നുവെച്ചാ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എന്റെ ബർത്ത്ഡേക്ക്. എനിക്ക് ആരും ഇതൊരു കേക്കൊന്നും മേടിച്ചു തന്നിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ റിലേഷനിലായതിനു ശേഷമാണ് ഞാനൊരു കേക്ക് മുറിക്കണത്. ഞാൻ കേക്ക് മുറിക്കണെന്ന് വെച്ചാൽ വേറൊരാള് മേടിച്ചു തന്നിട്ട്. അല്ലാത്തപ്പോ എന്താ ചെയ്യാറെന്നറിയോ, ഞാൻ തന്നെ എന്റെ ആഗ്രഹപ്രകാരം കാശ് കൊടുത്ത് കേക്ക് മേടിച്ചിട്ട് മുറിച്ച് തിന്നു. എന്നിട്ട് ഞാൻ തന്നെ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും, കേക്ക് മുറിക്കാൻ. നമ്മള് പല വീഡിയോയിലും ജീവിതത്തിൽ ആദ്യമായി അത് ഒരിക്കലും നമ്മളെന്താ മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ട് റീച്ചിന് വേണ്ടിയിട്ടൊന്നും ചെയ്യല്ലേ, അത് ഉള്ളതാണ് ഗൈസ്. ഇവിടെ പല കാര്യങ്ങളും ലൈഫിൽ ആദ്യമായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും പലതല്ല മെജോറിറ്റി കാര്യങ്ങളും. സോ അതാണ് ഞാൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട്. ഞാനൊരു നോർമൽ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇവളുടെ പഠിപ്പും കാര്യങ്ങളായിട്ട് ഇവള് ബിസി ആയിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ചില എൻജോയ്മെന്റ് ഒന്നും ഇവിടെ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഇപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഓ ഇതെല്ലാം ഓരോന്നും ജീവിതത്തിൽ ആദ്യമായി ശരിയാ കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നും, പക്ഷെ അതാണ് സത്യം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫോട്ടോയിലേക്ക് പോവാം. എന്റെ +2 ഫെയർവെൽ. ഇതിലൊക്കെ സുന്ദരി കേട്ടോ. +2 വരെ എന്റെ ഫേസിൽ ഒരൊറ്റ പാട് പോലും ഇല്ലായിരുന്നു. ഞരമ്പൊക്കെ ഉണ്ടോ നോക്കിയോ? ഇപ്പൊ ഞരമ്പൊന്നും ഇല്ല, ഇതിനകത്ത് ഞരമ്പൊക്കെ ഉണ്ട്. +2 വരെ ഒരു പാടും ഇല്ലായിരുന്നു. അപ്പൊ എല്ലാവരും എന്റെ ഫേസ് തൊട്ട് നോക്കിയിട്ട് പറയുന്നത്, ഷോ എന്തൊരു ക്ലിയർ സ്കിന്നാണ് തീർന്ന്. അതോടുകൂടി തീർന്നു. ഞാൻ കോളേജില് ഫസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഫുൾ പാടോടാൻ തുടങ്ങി. ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, ഇത് കയ്യിൽ ഐഫോൺ ഉണ്ടെന്ന് കാണിക്കാൻ എടുത്ത ഫോട്ടോ ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് ഐഫോണൊക്കെ എനിക്കൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു. 6 or 7 അതറിയത്തില്ല, 5 years ആയിട്ടാണ് തോന്നുന്നു. എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ ഐഫോൺ ആണ്. എന്നിട്ട് ഞാൻ പട്ടി ഷോ കാണിക്കാൻ മാമിന്റെ ഫോൺ വെച്ച ഫോട്ടോ എടുത്ത. പിന്നെ കളിയാക്കണ്ട. ഞാനാണെങ്കിലേ പണ്ട് ഞാൻ ഫസ്റ്റ് മേടിക്കുന്ന ഐഫോൺ 6 Plus 6 Plus ആണ് മേടിക്കുന്നത്. എന്നിട്ട് എനിക്ക് അന്ന് ചെറിയൊരു കീപാഡ് ഫോൺ ഉണ്ട്. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ബസ്സിലേക്ക് കയറിയിട്ട് ഈ കീപാഡ് ഫോണിൽ 6 Plus വിളിക്കും. അത് കേൾക്കാൻ വേണ്ടി ഞാൻ ബസ്സിനകത്ത് കയറിയിട്ട് മറ്റേ ആരും അറിയാത്തവണക്ക് വിളിച്ചിട്ട് പോക്കറ്റ് ഇടും. എന്നിട്ട് ചുമ്മാ 2-3 മിനിറ്റ് ഇങ്ങനെ എന്തേലും സംസാരിച്ചോണ്ടിരിക്കും. പിന്നെ അലാറം വെക്കും. അലാറം വെച്ചാൽ ഇടയ്ക്ക് തന്നെ കേൾക്കുമല്ലേ. ഒരു 5 മിനിറ്റ് അടോട്ട് അലാറം വെക്കും. അപ്പോഴും അങ്ങനത്തെ പട്ടി ഷോ, അതിലും വലിയ ഷോ ഞാനും കാണിച്ചിട്ടുണ്ട്. അടുത്ത ഫോട്ടോയിലേക്ക് പോവാം. ഒരു ഫ്രഷ് ഫോട്ടോ. കേരളത്തിൽ ആരും എടുക്കാത്തൊരു ഫോട്ടോ ആണ് ഇത്. കണ്ടോളൂ. മാലാക, മഞ്ഞ മാലാകയാണ്. സാറിന് വെള്ള മാലാകയാണ് പറയുന്നത്. ഇത് എവിടുത്തെ ഈ മാലാക? കൊച്ചി. പണ്ട് ഇതൊക്കെ റെയറായിരുന്നു. ഇപ്പൊ എവിടെ ചെന്നാലും മാലാകയും കാണും, ഐ ലവ് ആ സ്ഥലത്തിന്റെ പേരും കാണും. പമ്പില് വരെ ഐ ലവ് HP, ഐ ലവ് ഭാരത് പെട്രോളിയം, ഐ ലവ് ഇന്ത്യൻ ഓയിൽ. ഇത് ആരുടെ കൂളിംഗ് ഗ്ലാസ് ആണോ? കോസ്റ്റ്യൂമിന് ചേരുന്നൊരു കൂളിംഗ് ഗ്ലാസ്. ഇനി ഒരു പൊള്ളി ഫോട്ടോ ഉണ്ട് ഗൈസ്. പൊള്ളി ഫോട്ടോ.
എടാ ഞാൻ ട്രാൻസ്ഫോർഡ് എന്റെ പൊന്ന് എടി ആരടി ഇത് ജൻമോഹൻ സിംഗോ? ഇതൊക്കെ സംബന്ധിച്ചാല് ഞങ്ങൾ +2 പഠിക്കുന്ന ടൈമിൽ അവിടെ എന്തോ പരിപാടിയുടെ പേര് ഓർമ്മയില്ല. അതായത് എല്ലാവരും ഓരോ സ്റ്റേറ്റ് ചൂസ് ചെയ്യും. അപ്പൊ ഞങ്ങള് ചൂസ് ചെയ്തത് പഞ്ചാബ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പഞ്ചാബി വെഡിങ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. ആ പഞ്ചാബി വെഡിങ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഗേൾസ് ഉള്ളയാണല്ലോ. അപ്പൊ ഞാൻ ബോയ് ആയി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗേളായി. ഇതൊക്കെ ആരുടെ കുർത്തയാണോ എന്തോ. ഒരു സമയത്ത് എന്റെ ഫേസ് ഭയങ്കര കുരുക്കളായിരുന്നു. പിന്നെ അസുഖമൊക്കെ വന്നേ പിന്നെ ഞാൻ അപ്പൊ വരെ ഞാൻ ഫേസ് ഒക്കെ സോപ്പ് വെച്ചാ തേച്ചരച്ചോണ്ടിരുന്നത്. ഇവൻ വന്നതിനപ്പോ ഇവൻ പിന്നെ എനിക്ക് ഓരോ പ്രൊഡക്ട്സ് കൊണ്ടുത്തരും. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഗൈസ് ഞാൻ ഈ സ്കിൻ കെയറിലേക്ക് ഇറങ്ങിയത്. ഞങ്ങൾ ഇതിൽ കാണിക്കണം എന്ന് വിചാരിച്ചല്ല. പിന്നെ ഞങ്ങൾ ചുമ്മാ പഴയ ഗാലറിയിലൊക്കെ പോയപ്പോ ഗൈസ് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ കിട്ടി ഗൈസ്. അതും കൂടി നമുക്ക് കാണാം. ഫസ്റ്റ് ഞാനും അസറും മീറ്റ് ചെയ്യുമ്പോ അസറു ഈ കോലത്തിലായിരുന്നു ഗൈസ്. ഇതായിരുന്നു അവൻ എന്നെ ആദ്യമായി കാണാൻ വന്നപ്പോൾ അവന്റെ കോലം. അതെ, ഞങ്ങൾ എന്നിട്ട് CP സ്റ്റോഴ്സിൽ പോയി നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിച്ചു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചുകൂടെ മെലിഞ്ഞിരുന്നല്ലേ? കാരണം ഹോസ്റ്റല് പഠിത്തം അങ്ങനെ ഓടി നടന്ന് ഫുഡൊന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. ഇതാണ് ലാസ്റ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ. ലാസ്റ്റ് ഫോട്ടോ. അതായത് ഞാനും എന്റെ ഫ്രണ്ട്സ് കൊച്ചി മാരിറ്റില് റൂം എടുത്ത് നിന്നപ്പോ ഇവള് പെട്ടെന്ന് കാണാൻ വേണ്ടിട്ട് വീട്ടിലൊക്കെ പ്രശ്നങ്ങളായി. ഇല്ലില്ല, ഇവൻ മാരിറ്റിലുണ്ട്. അപ്പൊ എന്റെ വീടിന്റെ അടുത്താണല്ലോ എടപ്പള്ളി. അപ്പൊ എനിക്കൊന്ന് പോയി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് അവൻ പിറ്റേ ദിവസം കൊല്ലത്തേക്ക് തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കാണാൻ പോയിട്ട് ലാസ്റ്റ് എടുത്ത ഫോട്ടോയാണ് കഴിച്ചത്. ഇതിന് ശേഷമാണ് യുദ്ധം തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ എടുക്കുന്നത് എനിക്ക് അതൊരു പെണ്ണ് കാണലൊക്കെ ആയപ്പോഴാണ് എടുക്കുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ നല്ല കുറച്ച് മൊമെന്റ്സ് ആണ് ഗൈസ്. അതായത് ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി വരുന്നതാ. പിന്നെ ഞങ്ങളുടെ പെണ്ണ് കാണലിന്റെ ഫോട്ടോ ഞങ്ങൾ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പെണ്ണ് കാണലിന്റെ ഫോട്ടോ. ഒഫീഷ്യൽ പെണ്ണ് കാണൽ ഇതായിരുന്നു. ഞങ്ങൾ വൈറ്റും പ്ലാൻ ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഓൾഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് റിയാക്ഷൻ. അതായത് നമ്മൾ ഓൾഡ് ഫോട്ടോസും വീഡിയോസും കാണിക്കണമെന്നേ വിചാരിച്ചോളൂ. പക്ഷെ ഇത് കണ്ടപ്പോ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് കാണിച്ചതാ. നമ്മൾ എവിടെയും പോസ്റ്റ് ഒന്നും ചെയ്യാത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയ അടിപൊളി കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.